ഉടൻ കിട്ടുന്നവരുടെ കാര്യം സമ്മേളനം സമയമായി വരെയാണ് കളിക്കുന്നത്. നിങ്ങളൊക്കെ കൂടെ ഇങ്ങനെ പിരിവ് എടുത്ത് റെസിപ്റ്റ് കൊണ്ട് അടക്കം ഭയങ്കര ഉത്സാഹമാണ്. പൈസ പിരിച്ചെടുക്കാൻ ആർക്കും ഒരു താല്പര്യമില്ല. നീ പിരിച്ച പൈസ കൊണ്ട് കൊടുക്കാത്ത എന്ത്? അതിന് കൂടെ കൊടുക്കും എന്നാ പിന്നെ ഇറങ്ങാം. അതിനിടയ്ക്ക് വേറെ കാര്യമുണ്ട്. അതായ നല്ല 2 പണിക്കാരെ വേണം എനിക്ക്. പണിക്കാരൻ? നമ്മളെ വീട് അത്യാവശ്യമായിട്ടൊന്ന് വൃത്തിയാക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ല എന്തല്ലേ കാര്യം? കാര്യമൊക്കെ ഉണ്ട്, അത് പിന്നെ പറയാം. കനകം വരുന്ന ഇനി അതൊക്കെ പിന്നത്തെ വിഷയം. അതൊക്കെ ഇനിയിപ്പോൾ കാണാൻ പോണ പോലും നിങ്ങളെ പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാലും അത് വൃത്തിയാക്കാനായിട്ട് ആൾ വേണം. ആരുണ്ട് നമ്മുടെ? എന്റെ അറിവില് 2 പണിക്കാരുണ്ട്. നിന്റെ അറിവിൽ 2 പണിക്കാരേ ഉള്ളൂ? ഇല്ല, വേറെ പണിക്കാരുണ്ട്. പക്ഷെ ഇവര് മിടുക്കന്മാരാണ്. നല്ല നല്ല പണി, ഹാർഡ് വർക്കാണ്. അങ്ങനെയൊക്കെ ഉണ്ടാ? നിന്നെ പോലെ ഹാർഡ് വർക്കിംഗ് ആണാ? എപ്പോഴും 24 മണിക്കൂറും ഒരു സമയം റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കുന്ന പണിക്കാരാണ്. അത് നീ അങ്ങനെ തന്നെയാണ്. നമ്മളിവിടെ ഒരു പിരിവ് എന്തെങ്കിലും ആയിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഹാർഡ് വർക്കാണ്. നിനക്ക് എപ്പോഴും തീറ്റയും കുടിക്കുക. അങ്ങനത്തെ ആള് വേണ്ട നമുക്ക്. ജോലി ചെയ്യണം. ശരീരമാണെങ്കിൽ ജോലി ചെയ്യണം, അത് വൃത്തിയാക്കണം. ശരീരമാണെങ്കിൽ ജോലി ചെയ്യുന്നവരാണ്. പിന്നെ ഒരു കാര്യം, അവര് ജോലിയൊക്കെ വേണം ഇച്ചിരി ഓവർ ടൈമോ കൂടുതലൊക്കെ ചെയ്തോണ്ട് ശമ്പളം നമ്മളൊരു 1000-600 രൂപ വെച്ച് കൊടുക്കാം. മതി മതിയാ? മതി. എന്നാ പിന്നെ വരാൻ പറയോ അവരെ? அதெல்லாம் வையங்க. இதெல்லாம் நல்லா கிளீனா அடிக்கணும். இங்கெல்லாம் பொடி வேற நிறைய இருக்கு. ஃபுல்லா அடிக்கணுமா? ஃபுல்லா அடி. கூப்பிடுங்க. சேச்சி, சூளு அப்புறமா ஒரு ஏணி இருந்தா கொடுங்க. എന്തിന്? இதெல்லாம் க்ளீன் பண்ணணும் சேச்சி. இதோ? ஆரு പറഞ്ഞു? நடராஜ் சார் சொன்னாங்க. அர்ஜென்ட்டா இங்க வர சொன்னாங்க. അയ്യോ, നടരാജന്റെ വീട് ജംഗ്ഷന്റെ അവിടുന്ന് ഇടത്തോട്ട് പോണതല്ലേ? ക്ലീറ്റോ സാറ് വീട്ടിൽ വர சொன்னாங்க. നടരാജൻ? അത് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അത് ചിലപ്പോഴേ മാറിപ്പോയതായിരിക്കും. നടരാജന്റെ വീട്ടിലോട്ടായിരിക്കും ചെല്ലാൻ പറഞ്ഞത്. ഇല്ല ചേച്ചി, ഇല്ല, ഇങ്ങത്താൻ വര சொன்னாங்க. ഇല്ല, ഇന്നിപ്പോ എന്തായാലും വേണ്ട. ക്ലീറ്റോ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇന്ന് പൊക്കോ. ചേച്ചി, வேற இடத்துல வேலை பண்ணிட்டு இருந்த மச்சான வாடா இங்க வேலை இருக்குன்னு கூட்டிட்டு வந்தேன். அதுக்கு வேற மாமனுக்கு ஆக்சிடென்ட் ஆகி ரொம்ப கஷ்டத்துல இருக்காங்க சொல்லி கூட்டிட்டு வந்தேன் சேச்சி. മാമൻ എന്നാ പറ്റി? ചേച്ചി പോയി சொல்றதில்ல ചേച്ചി. അതല്ല, ഇന്നിപ്പോഴേ ഇവിടെ പണി ഇത് പെയിന്റ് ചെയ്യേണ്ട കാര്യമില്ല ചേട്ടാ. ചേച്ചി അർജന്റാ വര சொன்னாங்க ചേച്ചി. പിന്നെ എന്നത്തേക്ക്? ക്ലീറ്റോ എന്നോടൊന്നും പറഞ്ഞില്ലെന്നേ. ഞാനൊന്ന് ക്ലീറ്റോനെ വിളിച്ചു നോക്കട്ടെ. കൊടുക്ക. നിങ്ങൾ നേരത്തെ വന്നാ? പിന്നെ നമുക്ക് ഇത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഗ്രില്ല് നല്ല നീറ്റ് ആയിരിക്കണം. ഗ്രില്ലിന് വെള്ളയാക്കണം. ഗ്രില്ല് വെള്ള കൊടുക്കണേ. കറുപ്പ് വേണ്ട. കറുപ്പ് ഐശ്വര്യം ഇതല്ല. അപ്പൊ പിന്നെ നമുക്ക് ഇത് ഒരു കോട്ട് അടിച്ചാൽ മതിയല്ലോ. 2 കോട്ട് അടിക്കണോ സാർ? 2 കോട്ടിന്റെ ആവശ്യമൊന്നുമില്ല. ശരിക്കും ഭംഗിയാവില്ല. ഇവർക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുത്തോ? നീ കഴിച്ച എന്തായാലും? സാർ அந்த ഉപ്മാവ് തന്നെ സാർ. അതല്ല ക്ലീറ്റോ, എന്തിനാ വീട് പെയിന്റ് ചെയ്യണ? വീട് എന്തിനാ പെയിന്റ് ചെയ്യണത്? വീട് വൃത്തിയായിരിക്കണ്ടേ? ഒരു വീടാവുമ്പോ എപ്പോഴും വൃത്തിയായിട്ട് തന്നെ ഇരിക്കണം. ഈ അടച്ചിട്ടേക്കണ വീടോ? ഒരു കാര്യമില്ല. ഈ വീട്ടിൽ ആരും താമസിക്കണില്ല. നിങ്ങൾ ചെയ്യണ്ടേ? പൊക്കോ. എന്നാലേ കാര്യമുണ്ട്. എന്ത് കാര്യം? പെയിന്റ് ഒക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആർക്കെങ്കിലും വന്ന് താമസിക്കണമെങ്കിലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫീസായിട്ട് പ്രവർത്തിക്കണമെങ്കിലോ ഒക്കെ പ്രവർത്തിക്കാലോ. അതൊന്ന് ക്ലിയർ ആയിട്ട് പറയും. ഇനി ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല എന്ന് വേണ്ട. എൻ്റെ പാർട്ടി ഓഫീസിൽ ഇച്ചിരി മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. താൽക്കാലികമായിട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ ഓഫീസ് ഇവിടെ ആക്കാൻ പോവുക. കുന്തമല്ല, പാർട്ടി ഓഫീസ്. നടക്കൂല. നടക്കരുത്. എനിക്ക് അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് കയറണം. അതിന് തന്നെയാണ് ഞാൻ ഇത്ര അടുത്താക്കിയത്. അതല്ലേ, ഒരു കൊല്ലം മുമ്പ് ഇതേപോലെ നിങ്ങൾ പാർട്ടി ഓഫീസ് ആക്കാൻ വേണ്ടിട്ട് ഇവിടെ പെടാപ്പാട് വെട്ടതാണല്ലോ. കനകം വന്നാന്ന് എന്താ ചെയ്തത്? എല്ലാം കൂടി തൂത്തുപാരിയെ പറമ്പിലോട്ട് എറിഞ്ഞു. അതെ, 1 കൊല്ലം മുമ്പുള്ള പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടിയുടെ വളർച്ച ഇപ്പൊ വലിയ പാർട്ടിയാണ്. നിങ്ങൾ വളരെയോ പിളരോ എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഈ കുടുംബത്തിൽ ഇത് പറ്റൂല. ഞാൻ കനകനോട് പറഞ്ഞു കൊടുക്കും. പിന്നെ കനകനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അങ്ങ് ഭൂകമ്പുണ്ടോ? നീ പോകാം. അതെ, നമുക്ക് സാധനം മേടിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ തന്നെ ലിസ്റ്റ് നമുക്ക് ആദ്യം ഈ സൈഡ് തുടങ്ങാം. ഈ ചുവര് തങ്ക ചുമ്മാ വെറുതെ ഇരുന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. എന്ത് പ്രശ്നം? ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. ഇവിടെ ക്ലീറ്റോന്റെ പാർട്ടിയുടെ ആവശ്യത്തിന് ഇവിടെ നടക്കണം. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ. അതെ, ഇത് പാർട്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സേവിക്കുന്ന പാർട്ടിയാണ്. ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാവുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങൾക്ക് എന്തായാലും അതുകൊണ്ട് ഉപകാരമൊന്നും. നിങ്ങൾക്ക് ഗുണം ഉണ്ടാവില്ല. നിനക്കറിയില്ല. സ്വന്തം അണ്ണാച്ചി, ഇത് വലിയ പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. என்னக்கா நாங்க வேலை விட்டு வந்தது? வேலை விட்டு வந்தா ഞാൻ പറഞ്ഞിട്ടാണോ? പിന്നെ സാർ சொல்லி ഇങ്ങ പെയിന്റ് അടിക്കുന്നതൊക്കെ കൂട്ടിട്ട് വന്നിട്ട് അവരെ മെനക്കെടുത്തരുത്. അവരില്ലാത്ത ജോലിയും കളഞ്ഞിട്ട് വന്നിരിക്കാണ്. അവര് വേറെ പണി ഉണ്ടാകുന്ന കളഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞോണ്ട് അടി മച്ചാ. ഇവിടെ വെക്ക്. എടുത്തടിക്കടാ.
ഇവിടെ വെക്കാൻ. ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടല്ലേ. നീ എടുത്തടിക്കടാ. ഇവിടെ വെക്കാൻ. അക്ക ഞാൻ ഈ വീട്ടിലെ ഗ്രഹനാഥനാണ്. എടാ എടുത്തടിക്കടാ നീ. ഞാൻ ഈ വീട്ടിലെ ഗ്രഹനാഥയാണ്. അവിടെ വെക്കണം. എന്നാ സാർ അടിക്കണമാ അടിക്കണ്ടയാ? എടാ ഞാനല്ലേ നിങ്ങളെ വിളിച്ച പണം നീ അടിയടാ. അടിയടാ. അവിടെ വെക്കാൻ. എടുത്തടിയടാ. വെക്കാൻ. തങ്കം അക്ക നീ. സാറേ എടുക്കടാ. എട് മച്ചാൻ. അക്ക അക്ക ബക്കറ്റ് മച്ചാൻ ബക്കറ്റ് എല്ലാം പോച്ചു. എന്നാ അക്ക ഞാൻ പറഞ്ഞോ ഇവിടെ നടക്കൂലെന്ന്. അയ്യോ ഇത് സാറേ നടക്കില്ല. എന്നാ നീ സാർ ഇപ്പൊ കാണിച്ചിരിക്കണ എന്താണെന്നറിയാമോ തങ്കം? നീ ഇപ്പൊ എടുത്തെറിഞ്ഞ ആരാന്നറിയാമോ? എന്നെയാണ് നീ വലിച്ചെറിഞ്ഞേക്കണ ഇപ്പൊ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല ക്ലീറ്റോ. ഞാൻ ആദ്യമേ നിങ്ങളോട് മലയാളത്തിൽ പറഞ്ഞല്ലോ ഇവിടെ ഇത് നടക്കൂല എന്നുള്ളത്. പിന്നെ ക്ലീറ്റോന് എന്താ അത്ര വാശി? നീ നോക്കിക്കോ തങ്കം, ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാടി. ഉവ്വ, ഉവ്വ. ആ കാണും. അത് ഓർത്ത് എന്റെ ക്ലീറ്റോ മഞ്ഞ് കൊള്ളണ്ട. പിന്നെ ആ. അങ്ങനെ നിന്റെ ആഗ്രഹങ്ങൾ മാത്രം അങ്ങനെ സാധിക്കാൻ നീ വിചാരിക്കണ്ട. എന്റെ ആഗ്രഹങ്ങളാണോ ഇത്? എന്താ சார் அம்மாவன் செத்து போச்சுன்னு கூட்டிட்டு வந்தேன் சார். வேலை கூலியாவது கொடுங்க சார். അതിന് വേല ചെയ്തില്ലല്ലോ. சார் என்ன சார் எப்ப வந்தாலும் இப்படித்தானா சார் நீங்க பண்றது? ആ ഇങ്ങനെയുള്ള ആൾക്കാരുടെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെടുമ്പോ ആലോചിക്കണം. നിങ്ങൾ പോകാൻ നോക്കിക്കേ. ഇവിടെ പെയിന്റ് അടിയും കുന്തം ഒന്നും നടക്കാൻ പോണില്ല. പോ. അതെ നിങ്ങൾ പൊക്കോ. சார் என்ன சார் இப்படி வா மச்சான். வேலையெல்லாம் முடிக்க நீ என்ன வா போலாம் வா. അവരെ അന്നുള്ള എല്ലാം പൈസക്ക് ജീവിക്കണവരാണ് അവര്. അവര് എന്നാ ഒരു ദിവസം അവരെ എന്നെ കുടുംബ പண்றாங்க, പട്ടിണിയാവും. നീ എന്നെ കാണിക്കുന്നത് മഹാ തെമ്മാടിത്തരമുള്ളൂ കേട്ടോ. അടുത്ത ഞാൻ അങ്ങ് സഹിച്ച്. നീ നോക്കി. ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ഈ തീരുമാനം? ഇത് ആരോട് ചോദിക്കണ്ട? എനിക്കിവിടെ അവകാശപ്പെട്ട സ്ഥലമാണ്. എന്നോട് ചോദിക്കണ്ട. കനകനോട് അമ്മേനോട് വിളിച്ചു ചോദിച്ചോ നിങ്ങൾ? അതൊന്നും നീ അറിയേണ്ട വിഷയമല്ല. ഞാനിത് ചെയ്യാൻ വന്ന ഇത് ചെയ്തിരിക്കും. നീ നോക്കിക്കോ. ഈ കുടുംബത്ത് ക്ലീറ്റോന്റെ കളികളൊന്നും നടക്കൂല. അവര് വരട്ടെ. ക്ലീറ്റോനെ നോക്കിക്കോ. ഞാൻ പാഠം പഠിപ്പിക്കാൻ കാണിച്ചു പിന്നെ തരാം. നീ എന്നെ അങ്ങ് പഠിപ്പിക്കാം. ഞാൻ യൂണിഫോം കൊണ്ട് വന്നിരിക്കാം നിനക്ക് പാഠം പഠിക്കാനായിട്ട്. കാണിച്ചറാടി ഞാൻ. പാർട്ടി ഓഫീസ് ആക്കി എല്ലാം കഴിയുമ്പോ എന്റെ കളി എന്റെ അടുത്ത് വേണ്ട കേട്ടാ തങ്കം. ഇതൊന്നും നല്ലതല്ല. കനകനും കൂടി വരട്ടെ. ശരിയാക്കി തരാം ഞാൻ. പുതിയൊരു തീരുമാനം. പാർട്ടി ഓഫീസ് എന്റെ അച്ഛനിരിക്കുന്ന സ്ഥലമാ.